നെക്സ്റ്റ് നമുക്ക് tails of a sequence എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. If x equal to sequence x1, x2, x3, etc. xn is a sequence of real numbers, and if m is a given natural number, then the m tail of x is the sequence xm equal to sequence xm plus 1 such that n belongs to n. Then sequence xm plus 1, xm plus 2, etc. x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് n എലമെന്റ്സ് ഉള്ള ഒരു സീക്വൻസ് നമുക്ക് ഉണ്ടെന്ന് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് എം ടെയിൽ ഓഫ് ആ സീക്വൻസ് എന്ന് പറയുന്നത് എം മുതലുള്ള ടേംസിന് കളക്ഷൻ, അതിനെയാണ് നമ്മൾ എം ടെയിൽ ഓഫ് ദ സീക്വൻസ് എക്സ് എന്ന് നമുക്ക് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. എക്സ് ഈക്വൽ ടു 2, 4, 6 എക്സെട്ര 2n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഈ സീക്വൻസിൻ്റെ 3 ടെയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടെയിലിന് നമ്മളിപ്പോൾ x3 എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ആ 3th പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള 3rd പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള എലമെൻസിൻ്റെ കളക്ഷൻ, ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള എലമെൻസിൻ്റെ കളക്ഷനെയാണ് 3 ടെയിൽ ഓഫ് ദ സീക്വൻസ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 6 കഴിഞ്ഞ അവിടുത്തെ അടുത്ത എലമെൻറ്റ് 8 അല്ലേ? അപ്പോൾ 8, 10, 12 എക്സെട്ര, അതാണ് 3 ടെയിൽ ഓഫ് ദ സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു സീക്വൻസ് 1/n, 1/n, 1/2, 1/3 എന്ന് പറഞ്ഞിട്ട് പോകുന്ന സീക്വൻസ്. അതിൻ്റെ 5 ടെയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, 5 ടെയിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എലമെൻ്റ് എന്ന് പറയുന്നത് 1/5 അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടിട്ടുള്ള എലമെൻറ്റ്സ്, അതായത് 1/6, 1/7, 1/8 എക്സെട്ര, ആ സീക്വൻസിനെയാണ് നമ്മൾ 5 ടെയിൽ ഓഫ് ദ സീക്വൻസ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ് ടെയിൽ ഓഫ് എ സീക്വൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു തിയറം നോക്കാം. Let x equal to sequence xn where n belongs to n be a sequence of real numbers, and let m belongs to n. Then the m tail xm sequence xm plus n where n belongs to n of x converges if and only if x converges. In this case, limit xm equal to limit x. എന്താ തിയറം പറയുന്നത്? സീക്വൻസ് xn ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുക ഓഫ് റിയൽ നമ്പേഴ്സ്. അതിൻ്റെ mth ടെയിലിൻ്റെ സീക്വൻസ് ആണ് സീക്വൻസ് xm ഈക്വൽ ടു സീക്വൻസ് xm പ്ലസ് n എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ കളക്ഷൻസ്. ഈ m ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് കൺവേർജ് ചെയ്യണം. എക്സ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ mth ടെയിൽ കൺവേർജ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ തിയറം പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. mth ടെയിൽ കൺവേർജ് ചെയ്യുമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ സീക്വൻസ്, മെയിൻ സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യും. നേരെ തിരിച്ചും എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ mth ടെയിലും കൺവേർജ് ചെയ്യും. അതായത് രണ്ട് എണ്ണത്തിൻ്റെയും എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ mth ടെയിലും സെയിം നമ്പറിലോട്ട് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത്. അതായത് എക്സമിൻ്റെയും എക്സിൻ്റെയും ലിമിറ്റ് ഈക്വൽ ആണ്. അതാണ് നമ്മളുടെ തിയറം പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യണേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സ്, സീക്വൻസ് എക്സ് സ്മോൾ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അസ്യൂം എക്സ് കൺവേർജസ് ടു എക്സ്. എക്സ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ അക്കോർഡിംഗ് ടു ഡെഫിനീഷൻ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists k element of n such that modulus of xn minus x less than epsilon for all n greater than or equal to k. k-നെക്കാട്ടും വലിയ ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 modulus of xn minus x എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ആസ് പെർ ദ ഡെഫിനിഷൻ then the sequence x converges to x. അല്ലേ?
ഇനി ഇവിടെ നോക്കാം, നമ്മൾ ഇപ്പോൾ m പ്ലസ് nth എലമെൻറ്റ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. k കഴിഞ്ഞിട്ടുള്ള എല്ലാ എലമെൻസിനും ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, xn xലോട്ട് കൺവേർജ് ചെയ്യും. ഇപ്പോൾ ഞാൻ m പ്ലസ് nth പൊസിഷൻ എടുത്തു കഴിഞ്ഞാലോ അതെന്തായാലും kth പൊസിഷനെക്കാട്ടും വലിയ പൊസിഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷൻ ഇങ്ങനെയും മാറ്റി എഴുതാം. എങ്ങനെയാ? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists k. ഇപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് xm പ്ലസ് n മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ m പ്ലസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. k കഴിഞ്ഞിട്ടുള്ള എല്ലാ എലമെൻസിനും ഈ സംഭവം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ k കഴിഞ്ഞിട്ടുള്ള പൊസിഷനാണ് m പ്ലസ് n. അപ്പോൾ m പ്ലസ് n പൊസിഷനിലും സംഭവം സാറ്റിസ്ഫൈ ചെയ്യും. മോഡുലസ് ഓഫ് m പ്ലസ് n മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് ഈസ് for all n greater than or equal to k minus m. For all n greater than or equal to k minus m. അതായത് നമുക്കിപ്പോൾ ഡെഫിനേഷൻ കൂട്ടി വായിക്കുകയാണെങ്കിൽ എങ്ങനെയാ? For every epsilon greater than 0 there exists a natural number m plus n such that modulus of xm plus n minus x less than epsilon for all n greater than or equal to k minus m. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? ഇതെന്ന് പറയുന്നത് എക്സ് എം പ്ലസ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു. എക്സ് എം പ്ലസ് എൻ കൺവേർജസ് ടു എക്സ്, അതായത് ലിമിറ്റ് എക്സ് എം പ്ലസ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ് എം എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ് പാർട്ട് എന്താ? നമ്മൾ ഇപ്പോൾ ആദ്യം പ്രൂവ് ചെയ്തത് എക്സ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ mth ടൈൽ കൺവേർജ് ചെയ്യും എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനി നേരെ തിരിച്ച് mtയിൽ കൺവേർജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സും കൺവേർജ് ചെയ്യും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ assume that the m tail xm equal to സീക്വൻസ് എന്ന് പറയുന്നത് xm പ്ലസ് n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് കൺവേർജ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഡെഫിനിഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. mth ടൈൽ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുള്ളതല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദെൻ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number km such that modulus of xm plus n minus x less than epsilon for all n greater than or equal to km. ഡെഫിനേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എഴുതി. ഓക്കെ, km കഴിഞ്ഞിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കെ എം കഴിഞ്ഞിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സൊന്നും അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കെ എമ്മിനെക്കാട്ടും വലിയ ഒരു നാച്ചുറൽ നമ്പറാണ് കെ എന്ന് n എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് വിൽ ഓൾസോ സാറ്റിസ്ഫൈസ് വെൻ xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, for all n greater than or equal to km. That means sequence x converges to x. Converges to x. അതായത് ലിമിറ്റ് x equal to ലിമിറ്റ് xm which is equal to x. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. എന്താ പ്രൂവ് ചെയ്ത? ഒരു സീക്വൻസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ mth ടൈലും എക്സിലോട്ട് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത്. ഒരു mth ടൈൽ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ സീക്വൻസ് എക്സും എക്സിലോട്ട് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. രണ്ടെണ്ണത്തിൻ്റെയും ലിമിറ്റ് സെയിം ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് തിയറം നോക്കുക. ലെറ്റ് സീക്വൻസ് xn be a sequence of real numbers and let x element of R. If sequence an is a sequence of positive real numbers with limit an equal to 0, and if for some constant c greater than 0 and some m belongs to n, we have
modulus of xn minus x less than or equal to c into an for all n greater than or equal to m, then it follows that limit sequence xn equal to x. എന്താ തിയറം പറയുന്നത്? ഒരു xn എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ കയ്യിൽ വേറൊരു സീക്വൻസ് ഉണ്ട്, an എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ്. ആ സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓൾസോ നമുക്കുള്ള കാര്യം എന്താണ്? c ഗ്രേറ്റർ ദാൻ 0 ആണ്. m എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. അതോടൊപ്പം തന്നെ മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു an ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ഒന്നും നമുക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ xn എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാ? xn നമുക്ക് an എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിന്റെ ലിമിറ്റ് 0 ആണ്. c ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു an ആണ് എങ്കിൽ xn എക്സിലോട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൂഫ് പോണേന്നുള്ളത് നോക്കാം. നമുക്ക് എന്താ ആദ്യം തന്നിട്ടുള്ളത്? എന്താണ്? ലിമിറ്റ് an ഈക്വൽ ടു 0 എന്നുള്ള കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എപ്സിലോൺ ചൂസ് ചെയ്യാം. ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number. നമുക്ക് k1 ചൂസ് ചെയ്യാം കേട്ടോ. there exists a natural number k1 such that modulus of an minus 0 less than epsilon for all n greater than or equal to kn. ഞാനിവിടുത്തെ എപ്സിലോൺ ഏതെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. ഞാനിവിടുത്തെ എഴുതുമ്പോൾ മോഡുലസ് ഓഫ് an ലെസ് ദാൻ എപ്സിലോൺ ബൈ സി എന്ന് നൊട്ടേറ്റ് ചെയ്യാണ്. നമുക്കത് പ്രൂഫ് മുമ്പോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യം ലിമിറ്റ് സീക്വൻസ് an ഈക്വൽ ടു 0 ആണ്. അതായത് സോ അക്കോർഡിംഗ് ടു ദി ഡെഫിനിഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists k1 belongs to n such that modulus of an minus 0 less than epsilon by c for all n greater than or equal to k1. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഫോർ c ഗ്രേറ്റർ ദാൻ 0 ആൻഡ് m ബിലോങ്സ് ടു n നമുക്ക് എന്താ ഉള്ളത്? മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു an ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m എന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ k1ൻ്റെയും k1 കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേജസിനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, m കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേജസിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം ഞാൻ കോമൺ ആയിട്ട് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെക്ഷൻ കണ്ടുപിടിക്കാൻ പോവാം. അപ്പം നമുക്ക് k1ൻ്റെയും m-ൻ്റെയും k1 കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേജും m കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേജും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം കോമൺ ആയിട്ട് വരുന്നത് എപ്പോഴാണ്? k1ൻ്റെയും m-ൻ്റെയും മാക്സിമം ഏതാണെന്നുള്ളത് നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേജസും ഇത് രണ്ടെണ്ണത്തിനും കോമൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ k1ൻ്റെയും m-ൻ്റെയും മാക്സിമം k ആണെന്നുള്ളത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, k ഈക്വൽ ടു മാക്സിമം ഓഫ് k1 ആൻഡ് m. ഓക്കെ, ദെൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥമാണ്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആണ്. അതുപോലെ തന്നെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ആണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു an ആണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് an ലെസ് ദാൻ എപ്സിലോൺ ബൈ c ആണ്. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ മോഡുലസ് ഓഫ് a എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ c ആണെന്നാണല്ലോ നമുക്ക് എഴുതിക്കണേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാൻ നോക്കുമോ? മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു a എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ c ആണ്. അതായത് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് കിട്ടും. അതായത് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. kth സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ഏത്
എലമെൻറ്റ്സ് സീക്വൻസിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എക്സും ആ എലമെൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞാലുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ എന്താണ് ഇവിടെ എപ്സിലോൺ ബൈ സി എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈക്വൽ ടു എക്സ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ വരണം. അപ്പോൾ ഇവിടെ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എപ്സിലോൺ ബൈ സി ചൂസ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് എപ്സിലോൺ ബൈ സി എന്ന് പറയുന്നത് നമ്മളിവിടെ ചൂസ് ചെയ്തതല്ലോ. നമുക്ക് ഏത് 0-നെക്കാട്ടും വലിയ ഏതൊരു നമ്പറും കൺസിഡർ ചെയ്യാമല്ലോ എപ്സിലോൺ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എപ്സിലോൺ ബൈ സി എന്നുള്ളത് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് കിട്ടണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾക്ക് അറിയാലോ എന്തിലേക്കാണ് നമ്മൾ എത്തേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഇവിടുത്തെ ഇങ്ങനത്തെ ഓരോ പ്രൂഫുകൾ വരുമ്പോൾ ഇവിടെ എപ്സിലോൺ എന്താ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇവിടെ എപ്സിലോൺ ബൈ സി ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രൊസീഡ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്നുള്ളത് പ്രൂവ് ചെയ്തു. നമുക്കിനി വേറെ കുറച്ച് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ലിമിറ്റ് 1/1 പ്ലസ് എൻ എ ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് വരണേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കാം. ഓക്കെ, നമുക്കിവിടെ എ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എൻ എ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. എൻ എ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആണ്. നമുക്ക് 0 ലെസ് ദാൻ എൻ എ എന്ന് പറഞ്ഞിട്ട് എഴുതാം. എൻ എ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 പ്ലസ് എൻ എ ആണല്ലോ. അതെ. ഇനി നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണേ. ഇപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി മാറി വരും. അപ്പോൾ നമുക്കിവിടെ 0 ലെസ് ദാൻ 1/1 പ്ലസ് എൻ എ ലെസ് ദാൻ എൻ എ എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മോഡുലസ് ഓഫ് 1/1 പ്ലസ് എൻ എ കൺസിഡർ ചെയ്തു എന്ന് വയ്ക്കോ. ഇവിടെ എൻ എ അല്ലല്ലോ, 1/n എ അല്ലേ, സോറി. അപ്പോൾ ലെസ് ദാൻ മോഡുലസ് ഓഫ് 1/n എ എന്നുള്ളത് എഴുതാം. ദാറ്റ് മീൻസ് നമുക്കിതിനെ മോഡുലസ് ഓഫ് 1/1 പ്ലസ് എൻ എ മൈനസ് 0 ലെസ് ദാൻ 1/a ഇൻറ്റു 1/n ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ 1/n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 അല്ലേ. ലിമിറ്റ് സീക്വൻസ് 1/n എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച റിസൾട്ട് ആ തിയറം ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ an എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് അതിൻ്റെ ലിമിറ്റ് 0 ആണ്. അതുപോലെ തന്നെ c ഗ്രേറ്റർ ദാൻ 0 m ബിലോങ്സ് ടു n ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീക്വൻസ് കൺസിഡർ ചെയ്ത് സച്ച് ദാറ്റ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു an ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആണെങ്കിൽ ദെൻ ലിമിറ്റ് എക്സ് എൻ വിൽ ബി ഈക്വൽ ടു എക്സ്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഇതും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു a എന്ന് പറഞ്ഞ ഫോമിലല്ലേ ഇത് കിടക്കണേ. മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് 1/1 പ്ലസ് എൻ എ, എക്സ് എന്ന് പറയുന്നത് 0, c എന്ന് പറയുന്നത് 1/a ആയിട്ട് ചൂസ് ചെയ്യുക, a എന്ന് പറയുന്നത് 1/n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ്. ഇനി ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണല്ലോ. 1/n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഈ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നല്ലേ തിയറം പറയുന്നേ. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് 1/1 പ്ലസ് എൻ എ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എവിടത്തേക്ക് കൺവേർജ് ചെയ്യും? 0യിലോട്ട് കൺവേർജ് ചെയ്യും. ദാറ്റ് ഈസ് ലിമിറ്റ് 1/1 പ്ലസ് എൻ എ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. നമുക്ക് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാല്ലാതെ എന്ത് ചെയ്തു?
ഈ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് പ്രൂവ് ചെയ്ത തിയറം യൂസ് ചെയ്തിട്ട് ഈ ലിമിറ്റ് 1/1 + NA എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഒരെണ്ണം കൺസിഡർ ചെയ്യുക. ഇഫ് 0 > b < 1 then limit b raised to n equal to 0. നമ്മൾ നേരത്തെ പ്രൊസീഡ് ചെയ്ത പോലെ അതേ തന്നെ പ്രൊസീഡ് ചെയ്ത് പ്രൂവ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് 0 < b < 1 ആണ്. അപ്പോൾ നമുക്ക് b എന്ന് പറയുന്നത് 0-നെയും 1-ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പറാണ്. അപ്പോൾ നമുക്ക് ബീനെ 1/1 + a എന്ന് എഴുതി കൂടെ. 1/1 + a എന്ന് പറയുമ്പോൾ ഇതിൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അപ്പോൾ എന്തായാലും ബി എന്ന് പറഞ്ഞിട്ടുള്ളത് <1 ആയിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബി എന്ന് പറയുന്നത് 1/1 + a എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ എന്താണെന്നുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 1 + a = 1/b ആണ്. a = 1/b - 1. 1/b - 1. 1/b b എന്ന് പറയുന്നത് <1 ആണ്. അപ്പോൾ എന്തായാലും 1-നെക്കാട്ടും വലുതായിരിക്കും 1/b എന്ന് പറയുന്നത്. അപ്പോൾ അത് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വരില്ല. a എന്ന് പറയുന്നത് എപ്പോഴും > 0 ആയിരിക്കും. ഓക്കെ, ഇനി 1 + a whole n കൺസിഡർ ചെയ്തു നോക്കിയോ. 1 + a whole n നമ്മളിപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമ്മളിപ്പോൾ എക്സ്പാൻഡ് ചെയ്തു. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ടേമാണ് 1 + NA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വലിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 + NA-നെക്കാട്ടും വലുതായിരിക്കുമല്ലോ. ആണ്. 1 + a whole n is greater than or equal to 1 + NA. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, 0 < b n ആണ്. b n b എന്ന് പറയുന്നത് 1/1 + a അല്ലേ. അപ്പോൾ അതായത് 1/1 + a whole n. 1/1 + a whole എന്ന് പറയുന്നത് greater than or equal to 1 + NA ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇനിക്വാളിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ 1/1 + a n will be less than or equal to 1/1 + NA എന്നുള്ളത് വരും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് 1 + NA എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/, ആണല്ലോ. ആണ്. എന്ന് പറയുന്നത് <0 അല്ലേ. അപ്പോൾ 1 + NA എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എൻ്റെ റെസിപ്രോക്കലിനെക്കാട്ടും ചെറുതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള തിയറം കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ മോഡുലസ് ഓഫ് b raised n minus 0 less than or equal to 1 into 1/a എന്നാണ് വരുന്നത് അല്ലേ. മോഡുലസ് ഓഫ് b raised n minus 0 less than or equal to 1 into 1/a. 1/a എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസ്, അതായത് 1/n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് പോലെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 0-ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. therefore b എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് 0-ലോട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ലിമിറ്റ് b raised n equal to 0. നമ്മൾ നേരത്തെ ഈ റിസൾട്ട് വേറൊരു രീതിയിൽ പ്രൂവ് ചെയ്തതാണ്. ഈ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കുക. ഇഫ് c greater than 0 ലിമിറ്റ് c raised to 1/n equal to 1. നമുക്ക് c raised to 1/n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ലിമിറ്റ് 1 എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. അക്കോർഡിംഗ് ടു ദ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി നമ്മൾ ഒരു റിയൽ നമ്പർ സി കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ക്യാൻ ബി ഈക്വൽ ടു 1 ഓർ സി ക്യാൻ ബി ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ഓർ സി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ നമുക്ക് സി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് അറിയുന്ന കാരണം ഒന്നില്ലെങ്കിൽ ഇത് 1 ആവും, 0-ലേക്കും 1-നും ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ സി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കാം. 3 കേസ് വരുന്നുണ്ട്. അപ്പോൾ ആ 3 കേസിലും എങ്ങനെയാണ് c raised to 1/n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് കിടക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇഫ് സപ്പോസ് c = 1 ആണെന്ന് വയ്ക്കാം. c = 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീക്വൻസ് എന്താ വരിക? 1 raised to 1/n അല്ലേ. അതായത് 1 raised to 1/1
1 റേസ് ടു 1/2, 1 റേസ് ടു 1/3 അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സീക്വൻസ് എന്താ വരുന്നത്? 1 മാത്രമുള്ള ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ അതായത് 1 റേസ് ടു 1/n കൺവേർജസ് ടു 0. ഓക്കെ, അപ്പോൾ C = 1 എന്ന് പറഞ്ഞിട്ടുള്ള കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താ? 0 C < 1 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. C = 1 നമ്മൾ പ്രൂവ് ചെയ്തു. 0 C < 1 ഈ ഒരു കേസ് നോക്കാം. C എന്ന് പറയുന്നത് 0-നേക്കാട്ടും 1-ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/C⁻1/n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. 1/C⁻1/n എന്ന് പറയുന്നത് 1-നേക്കാട്ടും വലിയ ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? 1/C⁻1/n = 1 + hn, where hn is greater than 0. 1-നേക്കാട്ടും ഒരു വലിയ എലമെൻറ്റിന് നമുക്ക് 1 + സംതിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ C⁻1/n എന്താ വരാം? C⁻1/n = 1/1 + hn for some hn greater than 0. ഓക്കെ, അപ്പോൾ നമുക്ക് C⁻1/n എന്ന് പറയുന്നത് 1/1 + hn എന്നുള്ള കാര്യം ഇവിടെ ഉണ്ട്. ഇനി നമ്മളിതിനെ ഹോൾ റേസ് ടു n ചെയ്യുകയാണേ. അപ്പോൾ എന്താ വരിക? C = 1/1 + hn ഹോൾ റേസ് ടു n എന്നുള്ളത് വരും അല്ലേ. ദെൻ ബൈ ബെർണൂളീസ് ഇൻഇക്വാളിറ്റി നമുക്ക് 1 + hn ഹോൾ റേസ് ടു n ഇവിടെ എഴുതാവേ. 1 + hn ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + nhn എഴുതാം. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ വരുമ്പോൾ ഇൻഇക്വാളിറ്റി ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/1 + nh എന്ന് എഴുതാം. ദിസ് വിൽ ബി ലെസ് ദാൻ 1/nhn. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടണത് എന്താണ്? 0 C < 1 അല്ലേ. അപ്പോൾ 0 C < 1/nhn for n belongs to n. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 0 hn < 1/nc for all n element of n. ഓക്കെ, ഇനി നമ്മൾ 1 - C⁻1/n കൺസിഡർ ചെയ്തു നോക്കി. അപ്പോൾ എന്താ വരാൻ നോക്കാം. 0 1 - C⁻1/n. 1 - C⁻1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 1 - C⁻1/n എന്ന് പറയുന്നത് 1/1 + nh അല്ലേ. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാം. 1/1 + hn. ദിസ് ഈസ് ഈക്വൽ ടു 1 + hn - 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 + hn എന്ന് വരും. അതായത് hn ഡിവൈഡഡ് ബൈ 1 + hn എന്നുള്ളത് വരും. ഓക്കെ, hn ഡിവൈഡഡ് ബൈ 1 + hn എന്നുള്ളത് വന്നു. ഇനി നമ്മളിവിടെ നോക്കുക. ഇത് എന്ന് പറയുന്നത് ലെസ് ദാൻ hn ആയിരിക്കില്ലേ? ആണ്, കാരണം hn എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിനെ ആ hn-നെക്കാട്ടും വലിയൊരു നമ്പറിനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ നമ്പർ ചെറുതായി പോകും. അപ്പോൾ hn-നെക്കാട്ടും ചെറുതാണ് hn/1 + hn എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, hn എന്ന് പറയുന്നത് ലെസ് ദാൻ 1/nc ആണ് ഫോർ ആൾ n ബിലോങ്സ് ടു n. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യുന്നതിലേക്കുള്ളത് പോവാം കേട്ടോ. നമുക്ക് C⁻1/n ലിമിറ്റ് 1 ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടത്? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of C⁻1/n
-1 less than epsilon for all n greater than or equal to k. kth സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ എലമെൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആ c⁻1 എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റും 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന തരത്തിൽ ഒരു k എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ c⁻1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് 1 കൺവേർജ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് c⁻1n ലെസ് ദാൻ എപ്സിലോൺ ആകണമെന്നുണ്ടെങ്കിൽ c⁻1n -1 will be less than epsilon if ഇവിടെ നോക്കുക 0 less than 1/c⁻1n less than 1/nc എന്നല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 1/nc എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ദാറ്റ് ഈസ് if 1/c epsilon is less than n. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ ഉള്ളത്? n greater than 1/c epsilon ആണെങ്കിൽ മോഡുലസ് ഓഫ് c⁻1n -1 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ k എന്ന് പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജർ എന്തായിട്ട് ചൂസ് ചെയ്താൽ മതി? 1/c എപ്സിലോണേക്കാട്ടും വലിയ ഒരു പോസിറ്റീവ് നമ്പർ ആയിട്ട് kനെ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ചൂസ് k ആസ് എ പോസിറ്റീവ് ഇൻറ്റീജർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/c എപ്സിലോൺ. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എങ്ങനെയാ? n greater than k. n greater than k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? n greater than 1/c epsilon ആണ്, which implies 1/nc less than epsilon, which implies modulus of c⁻1n -1 less than epsilon എന്നുള്ളത് കിട്ടും. That is, by definition we can say that limit c⁻1n equal to 1 if c lies in between 0 and 1. c എന്ന് പറയുന്നത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് n കഴിഞ്ഞിട്ടുള്ള ഒരു kth സ്റ്റേജ് തൊട്ടിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും k എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചൂസ് ചെയ്യുന്നത്? 1/c എപ്സിലോണേക്കാട്ടും വലിയ, കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, 1/c എപ്സിലോണേക്കാട്ടും വലിയ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ k നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേജ് തൊട്ട് kth എലമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആ സ്റ്റേജ് തൊട്ടിട്ട് ഉള്ള നമ്മുടെ സീക്വൻസിലെ എല്ലാ എലമെൻസും 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്നുള്ളത് നമുക്ക് കിട്ടും. k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/c എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. സോ വി പ്രൂവ് ദാറ്റ് ലിമിറ്റ് c⁻1n equal to 1 in the case of 0 less than c less than 1. അപ്പോൾ നമ്മൾ c equal to 1 ആണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് c⁻1n ലിമിറ്റ് 1 ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. 0 less than c less than 1 ആണെങ്കിലും നമ്മളുടെ c⁻1n ലിമിറ്റ് 1 ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനി ബാലൻസ് ഉള്ളത് c greater than 1 എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് c greater than 1 എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. c greater than 1. Okay. c⁻1n will be also greater than 1. അപ്പോൾ c⁻1n എന്ന് പറയുന്നത് 1-നെക്കാട്ടും വലിയ എലമെൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് c⁻1n എങ്ങനെ എഴുതാൻ പറ്റും? 1 + dn for some dn greater than 0 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ അഗെയിൻ ബൈ നമ്മുടെ ബെർണോളിസ് ഇൻഇക്വാലിറ്റി യൂസ് ചെയ്തിട്ട് c ഈക്വൽ ടു, അതായത് c⁻1n ഈക്വൽ ടു 1 + dn അല്ലേ, നമുക്ക് ഹോൾ റേസ് ടു n ചെയ്യാം. അപ്പോൾ നമുക്ക് c ഈക്വൽ ടു 1 + dn ഹോൾ റേസ് ടു n എന്ന് കിട്ടും. ദെൻ ബൈ ബെർണോളിസ് ഇൻഇക്വാലിറ്റി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 + dn ഹോൾ റേസ് ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + n dn ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്ന് എഴുതാം. ഓക്കെ, അതായത് c -1 greater than or equal to n dn for all n belongs to
n എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ഡി എന്ന് പറയണത് എന്താ, dn ലെസ് ദാൻ ഓർ ഈക്വൽ ടു c മൈനസ് 1 ബൈ n ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് c റേസ് ടു 1 ബൈ n മൈനസ് 1 കൺസിഡർ ചെയ്യാം. ഓക്കെ, മോഡുലസ് ഓഫ് c റേസ് ടു 1 ബൈ n മൈനസ് 1, c റേസ് ടു 1 ബൈ n മൈനസ് 1 എന്ന് പറയുന്നത് ഈക്വൽ ടു dn അല്ലേ. അപ്പോൾ ഇതിനെ വിച്ച് ഈസ് ഈക്വൽ ടു dn എന്ന് എഴുതാം. ഇനി d എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c മൈനസ് 1 ബൈ n അല്ലേ. അപ്പോൾ ഇതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു c മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്ന് എഴുതും. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, c റേസ് ടു 1 ബൈ എന്ന് പറയുന്നത് 1ലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ corresponding to epsilon greater than 0, there exists a natural number k such that modulus of c raised to 1 by n minus 1 less than epsilon for all n greater than or equal to k. Kth സ്റ്റേജിലുള്ള എല്ലാ എലമെൻസിനും c raised to 1 by n minus 1 less than epsilon ആയിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു kth സ്റ്റേജ് ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് c റേസ് ടു 1 ബൈ n മൈനസ് 1 ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന kth സ്റ്റേജ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കാം, മോഡുലസ് ഓഫ് c റേസ് ടു 1 ബൈ n മൈനസ് 1 ലെസ് ദാൻ എപ്സിലോൺ ആകണമെന്നുണ്ടെങ്കിൽ എന്ത് മതി, c മൈനസ് 1 ബൈ n ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈഫ് n ഗ്രേറ്റർ ദാൻ c മൈനസ് 1 ബൈ എപ്സിലോൺ ആയാൽ മതി. n ഗ്രേറ്റർ ദാൻ c മൈനസ് 1 ബൈ എപ്സിലോൺ ആണെങ്കിൽ മോഡുലസ് ഓഫ് c റേസ് ടു 1 ബൈ n മൈനസ് 1 ലെസ് ദാൻ എപ്സിലോൺ ആക്കും. അതായത് നമുക്ക് c മൈനസ് 1 ബൈ എപ്സിലോൺ കഴിഞ്ഞിട്ടുള്ള എല്ലാത്തിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ k എന്ന് പറയുന്നത് എന്തായിട്ട് ചൂസ് ചെയ്താൽ മതി, c മൈനസ് 1 ബൈ എപ്സിലോണേക്കാട്ടും വലിയ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് kനെ നമ്മൾ ചൂസ് ചെയ്താൽ മതി. അതായത് ചൂസ് k be a positive integer. പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എഴുതുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ചൂസ് എ പോസിറ്റീവ് ഇൻറ്റിജർ k വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ c മൈനസ് 1 ബൈ എപ്സിലോൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫോർ n ഗ്രേറ്റർ ദാൻ k we have n greater than c minus 1 by epsilon, which implies c minus 1 by n less than epsilon, which implies modulus of c raised to 1 by n minus 1 less than epsilon. So hence we proved that limit c raised to 1 by n is equal to 1 if c greater than 1. അപ്പോൾ നമ്മളിവിടെ 3 കേസും പ്രൂവ് ചെയ്തു. c ഈക്വൽ ടു 1ൽ ലിമിറ്റ് c റേസ് ടു 1 ബൈ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 0 ലെസ് ദാൻ c ലെസ് ദാൻ 1ലും c റേസ് ടു 1 ബൈ എൻ്റെ ലിമിറ്റ് 1 ആയിരിക്കും. ഇനി c ഗ്രേറ്റർ ദാൻ 1ലും ലിമിറ്റ് c റേസ് ടു 1 ബൈ n എന്ന് പറയുന്നത് 1 ആയിരിക്കും. 3 കേസിലും റിസൾട്ട് ട്രൂ ആയി. അതായത് 0നേക്കാട്ടും വലിയ ഏത് നമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും c റേസ് ടു 1 ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും ലിമിറ്റ് വരുന്നത്. c റേസ് ടു 1 ബൈ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ലോട്ടായിരിക്കും കൺവേർജ് ചെയ്യുന്നത്.